ഫ്ലക്സ് വർക്കുകൾ അതോടൊപ്പം തന്നെ ഭരണ വീടുകളിൽ പോകലും വിവാഹ വീടുകളിൽ പോകലും മാത്രമല്ല ഒരു എംപിയുടെ ചുമതല എന്നുള്ളതാണ് അവരുടെ ആരോപണം. ആ ആരോപണങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയാണ് PRS ലോക്സഭ എന്ന് വെബ്സൈറ്റിൽ അടിച്ചു നോക്കുക. ലോക്സഭയിലെ ഓരോ MP-മാരുടെയും ഇടപെടലിനെ കുറിച്ച് ഈ ഫ്ലക്സിൽ മാത്രമല്ല, അല്ലെ നോട്ടീസിൽ മാത്രമല്ല, ലോക്സഭയുടെ കേന്ദ്ര ഗവൺമെൻറ് ആധികാരികമായ രേഖയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് പരിശോധിക്കണം. എന്താണ് 5 വർഷം MP ചെയ്തത്? അതാണ് ഞാൻ ഈ ഇത്രയും സമയം ബ്രീഫായിട്ട് വിശദീകരിച്ചത്. പിന്നെ ലോട്ടറിക്ക് ഏറ്റവും നല്ല സ്ഥലം പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി വിൽക്കുന്നത് പാലക്കാടാണ്. ലോട്ടറി വാങ്ങാൻ ആളുകൾ വരുന്നതും പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ സമ്മാനം അടിക്കുന്നതും പാലക്കാടാണ്. അതിൽ ഒരു അതിശയോക്തിയൊന്നുമില്ല. അല്ല, ലോട്ടറിയുടെ കാര്യം പറഞ്ഞു. ലോട്ടറിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ലോട്ടറി വിൽക്കുന്നത് എവിടെ? കേരളത്തിൽ പാലക്കാട് അല്ലേ? വാങ്ങാൻ വരുന്ന ആരാ? പാലക്കാട്. ഏറ്റവും കൂടുതൽ സമ്മാനം അടിക്കുന്നത് എവിടെയാണ്? പാലക്കാട്. അതിലെന്തൊരു അതിശയോക്തിയുള്ളത്? സ്വാഭാവികമാണ്. രാഷ്ട്രീയം ലോട്ടറി ആയിട്ട് കണക്കാക്കുന്ന ആളുകൾ ആ കണക്കിൽ കൂട്ടിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ 2019 ഇലക്ഷൻ മാത്രമല്ല 11,000-ൻ്റെ ഭൂരിപക്ഷം. 35 വർഷം മുമ്പ് ഇവിടുന്ന് ജയിച്ച LDF സ്ഥാനാർത്ഥി എത്ര വോട്ടിനാണ് അന്ന് ജയിച്ചതെന്നൊന്ന് വിലയിരുത്തിയോ? MP രാജേഷ്, ഇപ്പോഴത്തെ മന്ത്രി, ആദ്യത്തെ ഇലക്ഷൻ ജയിച്ചത് 1632 വോട്ടിനാണ്. അതിനേക്കാൾ എത്ര ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഞാൻ 2019 ജയിച്ചത്. ഇനി 2014 1,05,000 വോട്ടിന് ജയിച്ച ഒരാളെ ആ 1,05,000 മറികടന്ന് 11,637 വോട്ടിന് ജയിച്ചു വെച്ചാൽ എത്ര വ്യത്യാസം? അപ്പോൾ ലോട്ടറിക്കാർക്ക് കണക്ക് മനസ്സിലാവുന്നില്ല. അതായത് തോറ്റത് അംഗീകരിക്കാൻ മനസ്സ് വരുന്നില്ല. ജനങ്ങളുടെ ഒരു വിധിയെ പുച്ഛിച്ചും അവഹേളിച്ചും കാണുക, ഇതാണ് ഈ പാർട്ടിയുടെ ശാപം. ജനവിധിയെ ഇതുപോലെ കളിയാക്കുക. ആ കളിയാക്കാനുള്ള മറുപടി ഇത്തവണ ഇലക്ഷനിൽ കൃത്യമായിട്ട് കിട്ടും, ഒരു സംശയവും വേണ്ട. ഏറ്റവും അഭിമാനകരമായി എടുത്ത പദ്ധതികൾ എന്ന് പറയാൻ വേണ്ടി ഐഡന്റിറ്റി, താങ്കളുടെ ഐഡന്റിറ്റി എന്ന് പറയാൻ വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? ഈ പറഞ്ഞതിലെല്ലാം വളരെ സജീവമായി ഇടപെട്ടതാണെങ്കിലും എനിക്ക് കുറച്ചും കൂടിയും ഒരു 100% അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു പദ്ധതി പാലക്കാട് പിറ്റ് ലൈൻ പദ്ധതിയാണ്. കാരണം ആദ്യത്തെ വർഷം 19 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഒരുപാട് വാതിലുകൾ മുട്ടി. പല സന്ദർഭങ്ങളിലും പല രീതിയിലും ചർച്ച ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞത് സാങ്ഷനായി വാർത്ത പുറത്തു വന്നപ്പോൾ പാലക്കാട്ട് നിന്നുള്ള കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില ആളുകൾ, അവരുടെ പാർട്ടിയുടെ നേതാക്കൾ അതിൽ നിഗൂഢമായി ഇടപെടുകയും ആ പദ്ധതി മരവിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അവരന്ന് വിജയിച്ചു. അന്നൊരു മധുര പ്രതികാരം വീട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു വികസന പദ്ധതിയുടെ രാഷ്ട്രീയം നോക്കി തുരങ്കം വെച്ചവർക്കെതിരെ ഞാൻ പ്രതികരിക്കാൻ പോയില്ല. ഞാൻ പിന്നീടും അതിൻ്റെ പുറകെ പ്രവർത്തിച്ചു. പിന്നീട് റെയിൽവേയിലെ എക്സ്പേർട്സുകളെയും റെയിൽവേ ബോർഡ് ചെയർമാനെയും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇതാവശ്യമാണെന്ന് ഉദ്യോഗസ്ഥരെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞ് പിന്നീടത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 4 വർഷം നിങ്ങൾ രേഖകൾ പരിശോധിച്ചോ, രേഖ വേണം ഞാൻ തരാം. 4 വർഷം അത് മരവിപ്പിച്ചു. എത്ര വരെ അറിയോ? 2024 വരെ. 24 ഇലക്ഷനാണല്ലോ, സ്വാഭാവികമായിട്ടും ആ പദ്ധതി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ആ മരവിപ്പ് മാറ്റി പദ്ധതി പുതിയ ഒരു അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുവന്ന് 46 കോടി രൂപയുടെ പദ്ധതിയായി അത് അംഗീകരിപ്പിക്കാൻ 100% ഇടപെടാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത്. അത് പാലക്കാടിൻ്റെ ഭാവി വികസനത്തിന്, കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് പ്രയോജനം ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ മനസ്സിലാക്കിക്കോ, അടുത്ത ഒരു കൊല്ലം ഈ സമയമാകുമ്പോൾ പിറ്റ് ലൈൻ പദ്ധതി പൂർത്തിയായാൽ പാലക്കാടിൻ്റെ ബോർഡ് വെച്ച് ഡൽഹിയിലേക്ക് ട്രെയിൻ പോകും. ഇപ്പം അതില്ല. അപ്പോൾ ഇവിടെ നിന്നും കൂടുതൽ ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കാൻ സർവീസ് നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ സർവീസ് സ്റ്റേഷനായ പിറ്റ് ലൈൻ.